നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് ഉൾപ്പെടെ 12 ജില്ലകളിൽ മഴ സാധ്യത. ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം. ടൊവിനോയ്ക്കൊപ്പം ചിത്രം. തൃശൂർ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ താക്കീത്. ഇന്നലെ ഉപയോഗിച്ചത് 101.49 ദശലക്ഷം യൂണിറ്റ്. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം വീണ്ടും വർദ്ധിച്ചു. മാസപ്പടി വിവാദം അന്വേഷണം ഊർജിതമാക്കി SFIO. രേഖകൾ ശേഖരിച്ചു. വാർത്തകൾ വിശദമായി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നേരിയതോ മിതമായ മഴയ്ക്കു സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് രാത്രി 10:30 വരെ കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും 0.5 മുതൽ 1.2 മീറ്റർ വരെയും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട്. കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം കാലാവസ്ഥാ പ്രവചനം ശരിവെച്ച് തിരുവനന്തപുരം നഗരഭാഗങ്ങളിൽ രാത്രി 9 മണിയോടെ ശക്തമായ മഴ ലഭിച്ചിരുന്നു. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴയാണ് ലഭിച്ചത്. പാല, ഭരണങ്ങാനം, പൂനാർ, മേലുങ്കാവ്, ഈരാറ്റുപേട്ട സ്ഥലങ്ങളിലെല്ലാം മഴ പെയ്തു. നടൻ ടൊവിനോ തോമസിനൊപ്പമുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പോസ്റ്റ് ഫേസ്ബുക്കിൽ പങ്കുവച്ച സംഭവത്തിൽ തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. ഇനി ആവർത്തിക്കരുതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ്. ടൊവിനോയുടെ പേരും ചിത്രവും ദുരുപയോഗം ചെയ്തുവെന്ന പരാതിയിലാണ് നടപടി. VS സുനിൽകുമാറിന്റെയും CPI ജില്ലാ സെക്രട്ടറിയുടെയും വിശദീകരണം കേട്ട ശേഷമാണ് നടപടി. ടൊവിനോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംബാസിഡറാണെന്ന് അറിയില്ലെന്നായിരുന്നു ഇവർ നൽകിയ വിശദീകരണം. ഇരുവരുടെയും മറുപടി തൃപ്തികരമായി കണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താക്കീത് നൽകി പരാതി അവസാനിപ്പിക്കുകയായിരുന്നു. തന്റെ ഫോട്ടോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ടൊവിനോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടതിന് പിന്നാലെ സുനിൽകുമാർ തന്റെ പോസ്റ്റ് പിൻവലിച്ചിരുന്നു. സിനിമാ ലൊക്കേഷനിലെത്തി ടൊവിനോയെ കണ്ട ശേഷമായിരുന്നു സുനിൽകുമാർ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള പോസ്റ്റ് ഇട്ടത്. ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ചായിരുന്നു കുറിപ്പ്. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം വീണ്ടും വർദ്ധിച്ചു. ഇന്നലെ ഉപയോഗിച്ചത് 101.49 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ്. പുറത്തുനിന്നും വാങ്ങിയത് 85.76 ദശലക്ഷം യൂണിറ്റ് ആണ്. വൈകുന്നേരത്തെ ഉപയോഗം വർദ്ധിച്ചതാണ് ഉപഭോഗം കൂടാൻ കാരണമെന്നും വൈദ്യുതി ബോർഡ് വ്യക്തമാക്കി. തുടർച്ചയായ 2 ആഴ്ചയായി സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം 100 ദശലക്ഷം യൂണിറ്റിന് മുകളിലാണ്. ഇന്നലെ ഉപഭോഗം വീണ്ടും വർദ്ധിച്ചു. മാർച്ച് 21-ന് 101.13 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു ഉപയോഗമെങ്കിൽ ഇന്നലെ ഇത് വീണ്ടും വർദ്ധിച്ച് 101.49 ദശലക്ഷം യൂണിറ്റായി. സംസ്ഥാനത്തെ ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനം 13.74 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു. 85.76 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇന്നലെ പുറത്തു നിന്നെത്തിച്ചത്. ഉപയോഗം വർദ്ധിക്കുന്നതിന് ആനുപാതികമായി മാത്രം ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ചാൽ മതി എന്നാണ് KSEBയുടെ തീരുമാനം. ശേഷിക്കുന്ന ജലം കരുതലായി സംഭരിക്കും. എന്നാൽ വൈകുന്നേരങ്ങളിലെ ഉപയോഗം വർദ്ധിക്കുന്നതാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നതെന്ന് KSEB വ്യക്തമാക്കി. ഇത് മറികടക്കാൻ പവർ എക്സ്ചേഞ്ചിൽ നിന്നും വൈദ്യുതി ഉയർന്ന വില നൽകി വാങ്ങേണ്ടി വരുന്നു. മിക്കപ്പോഴും 12 രൂപയ്ക്ക് മുകളിലാണ് ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് നൽകേണ്ടി വരുന്നത്. ഇത് വൻ സാമ്പത്തിക ബാധ്യതയാണ് വരുത്തുന്നതെന്നും KSEB വ്യക്തമാക്കുന്നു. CMRL മാസപ്പടി വിവാദത്തിൽ അന്വേഷണം ഊർജിതമാക്കി SFIO. ഇതുമായി ബന്ധപ്പെട്ട് SFIO കൂടുതൽ രേഖകൾ ശേഖരിച്ചു. എക്സാലോജിക്കുമായി ഇടപാട് നടത്തിയ സ്ഥാപനങ്ങളിൽ നിന്ന് രേഖകൾ ശേഖരിച്ചു. 8 സ്ഥാപനങ്ങളിൽ നിന്നാണ് രേഖകൾ ശേഖരിച്ചത്. JDT, ഇസ്ലാമിക്, കാരക്കോണം, CSI മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും രേഖകൾ ശേഖരിച്ചു. അനന്തപുരി എഡ്യൂക്കേഷൻ സൊസൈറ്റിയും റിൻസ് ഫൗണ്ടേഷനും രേഖകൾ കൈമാറി. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനാണ് SFIO നീക്കം. എക്സാലോജിക്കുമായി ഇടപാട് നടത്തിയ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഇതിനിടെ മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ കേസെടുക്കേണ്ടതില്ലെന്ന് വിജിലൻസ് അറിയിച്ചിരുന്നു. കേസിൽ നടപടിയെടുത്തില്ലെന്ന് മാത്യു കുഴൽനാടന്റെ ഹർജിക്ക് മറുപടി നൽകുകയായിരുന്നു വിജിലൻസ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ വിജയൻ, CMRL MD, എക്സാലോജിക് MD എന്നിവരെ എതിർ കക്ഷികളാക്കിയാണ് മാത്യു കുഴൽനാടൻ ഹർജി നൽകിയത്.
ഇതുമായി ബന്ധപ്പെട്ട് കോടതി വിജിലൻസിന് നോട്ടീസ് അയച്ചിരുന്നു.